എല്ലാവർക്കും ഒരിക്കൽ കൂടി കെടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 36ാമത്തെ ചോദ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. DC ജനറേറ്ററിന്റെ ചോദ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 36ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 36ാമത്തെ ചോദ്യം, എ DC shunt generator is supplying a load of 1.8 kilowatt at 200 volt. Its armature and field resistance are 0.4 ohm and 200 ohm respectively. What is generated EMF? എന്താണ് ജനറേറ്റഡ് EMF എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്, 4 വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അതൊക്കെ അതിന്റെ വാല്യൂസ് അനുസരിച്ച് നമ്മൾ ഏതുണ്ടാക്കാൻ ആദ്യം ചെയ്യാം. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷണ്ട് ജനറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷണ്ട് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന്റെ സർക്യൂട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് ഷണ്ട് ജനറേറ്ററിന്റെ സർക്യൂട്ട്. ഓക്കെ, ഷണ്ട് ജനറേറ്റർ സർക്യൂട്ട് ഇതാണ്. ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. തന്നിരിക്കുന്നത് സപ്ലൈങ് ലോഡ് ഓഫ് 1.8 കിലോവാട്ട് അറ്റ് 200 വോൾട്ട്. 1.8 കിലോവാട്ട് 200 വോൾട്ടിൽ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 200 എന്ന് പറയുന്നത് ഈ ടെർമിനൽ വോൾട്ടേജാണ്. ഓക്കെ, അടുത്ത് 1.8 കിലോവാട്ട് ആണ് അവിടെ സപ്ലൈ ചെയ്യുന്നത് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സപ്ലൈ ചെയ്യുന്നത് 1.8 കിലോവാട്ട് എന്ന് പറയുന്നത് പവർ ഈക്വൽ ടു 1.8 കിലോവാട്ട് ആണ്. DC ആയതുകൊണ്ട് തന്നെ ഇതിലെ പവർ ഫാക്ടറിന്റെ എഫക്ട് വരില്ല. അപ്പോൾ എന്താണ് പവർ? നമുക്ക് V ഇൻറ്റു എന്ന് അറിയാം. V ഇൻറ്റു I ആണ് പവർ. 1.8 കിലോവാട്ട് V തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് IL എന്താണെന്ന് കണ്ടുപിടിക്കാം. IL 1800 ഡിവൈഡഡ് ബൈ 200, അതായത് IL 9 ആംസ് ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ IL 9 ആംസ് ആണ്. IL 9 ആംസ് ആണ്. അടുത്ത എന്താണ് തന്നിരിക്കുന്നത്? അടുത്തത് ആർമേച്ചർ റെസിസ്റ്റൻസ് 0.4 ഓമും അതുപോലെ ഫീൽഡ് റെസിസ്റ്റൻസ് 200 ഓം ആണ്. ഫീൽഡ് റെസിസ്റ്റൻസ് 200 ഓം. ആർമേച്ചർ റെസിസ്റ്റൻസ് എത്രയാണ്? ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് 0.4. ഇതാണ് തന്നിരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് ISH കണ്ടുപിടിക്കാം. എന്താണ് ISH? ISH എന്തായിരിക്കും? ISH എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ്, അതായത് 200 ഡിവൈഡഡ് ബൈ അതിനെക്കുറിച്ചുള്ള റെസിസ്റ്റൻസ് അതും 200. അപ്പോൾ 1 ആണ്. അപ്പോൾ ISH 1 ആംസ് ആയി. അപ്പോൾ എന്തായിരിക്കും IA എന്ന് പറയുന്നത് ആർമേച്ചർ കറന്റ് എന്ന് പറയുന്നത് 1 + 9 10 ആംസ് ആയിരിക്കും. ആർമേച്ചർ കറന്റ് എത്രയായിരിക്കും? ആർമേച്ചർ കറന്റ് 10 ആംസ് ആയിരിക്കും. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ജനറേറ്റഡ് EMF എന്താണ്? EG എത്രയാണ് ചോദിക്കുക. നമുക്ക് EG ഇക്വേഷൻ ഏതാ? EG is equal to V plus IA. RA ആണ് EG ഇക്വേഷൻ. V 200 വന്നിട്ടുണ്ട്. IA നമ്മൾ കണ്ടുപിടിച്ച് 10, RA 0.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 204 വോൾട്ട് ആണ് ജനറേറ്റ് ചെയ്ത EMF. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ആദ്യം ചെയ്ത് നമ്മൾ എന്താണ് ഏത് ജനറേറ്റർ തന്നിരിക്കുന്നത് നോക്കി, അതിന്റെ സർക്യൂട്ട് എഴുതി വരച്ചു. സർക്യൂട്ട് വരച്ചതിന് ശേഷം എന്തൊക്കെയാണ് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നോക്കി അതും അവിടെ മാർക്ക് ചെയ്തു. അതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതുപോലെയാണ് ഓരോ DC മെഷീൻസിന്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു DC ജനറേറ്റർ. DC ജനറേറ്റർ ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അടുത്തത്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ teeth cut out in main poles. രണ്ട്, compensating windings are series connected so that armature reaction is aided at any load. 3, compensating windings are in series connected for cancellation of armature reaction at any load. 4, compensating windings are shunt connected to 8 main poles at any load. ഇതിലെ ഏതൊക്കെ പോയിന്റ്സ് ആണ് DC ജനറേറ്റർ ബന്ധപ്പെട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ടീത്ത് കട്ട് ഔട്ട് മെയിൻ പോൾസ്. അത് കറക്റ്റ് ആണ്. DC ജനറേറ്ററിൽ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് മെയിൻ പോൾസിലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ആർ സീരീസ് കണക്റ്റഡ് സോ ദാറ്റ് ആർമേച്ചർ റിയാക്ഷൻ ഇസ് എയ്ഡഡ് അറ്റ് എനി ലോഡ്. നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് എപ്പോഴും കണക്ട് ചെയ്യുന്ന സീരീസിൽ തന്നെയാണ്, പക്ഷേ അത് ആർമേച്ചർ റിയാക്ഷനെ എയ്ഡ് ചെയ്യാനല്ല, നേരെ മറിച്ച് ആർമേച്ചർ റിയാക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തത്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ആർ സീരീസ് കണക്റ്റഡ് ഫോർ ക്യാൻസലേഷൻ ഓഫ് ആർമേച്ചർ റിയാക്ഷൻ അറ്റ് എനി ലോഡ്. അത് കറക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ സീരീസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് ആർമേച്ചർ റിയാക്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1ഉം 3ഉം കറക്റ്റ് ആയി. അടുത്തത് നാലാമത്തെ ഓപ്ഷൻ, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ഷണ്ട് കണക്റ്റഡ്. ഷണ്ട് അല്ല, സീരീസ് കണക്ട് ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് യൂസ് ചെയ്യുന്നത് ഇതിനാണ് മെയിൻലി ആർമേച്ചർ റിയാക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അത് കണക്ട് ചെയ്യുന്നത് ആർമേച്ചർ വൈൻഡിങ്ങിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അതുപോലെ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് മെയിൻ പോൾസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ 3 പോയിന്റും ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നും ഓർത്തിരിക്കുക, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അത് ഓർത്തിരിക്കുന്ന പോയിന്റ്സ് ആണ്. ആയത് അത് ആർമേച്ചർ വൈൻഡിങ് ആയിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് മെയിൻ പോൾസിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അടുത്തത്, ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആർമേച്ചർ റിയാക്ഷന്റെ എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുക. ഈ 3 പോയിന്റ്സും ഓർത്തിരിക്കുക. അടുത്തത് 38ാമത്തെ ചോദ്യം, ദി ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് എ 6-pole lap-wound DC machine is 0.05 ohm. If armature is rewounded as a wave winding, the armature resistance is. അതായത് ഒരു 6-pole lap-wound DC മെഷീൻ ഉണ്ട്. അതിന്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RA എന്ന് പറയുന്നത് 0.05 ohm ആണ്. ഇനി അതേ മെഷീൻ തന്നെ ഒരു വേവ് വൈൻഡിങ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ, വേവ് വൈൻഡിങ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനക്രോസ് ഉള്ള ആർമേച്ചർ റെസിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാപ്പ് ആയാലും വേവ് വൈൻഡിങ് ആയാലും രണ്ടിലും
ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. കാരണം ലാപ്പിലും വൈൻഡിങ്ങിന് വ്യത്യാസം വരുന്നത് പാരലൽ പാത്സിന്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, പവർ ജനറേറ്റ് ചെയ്യുന്നത് രണ്ട് മെഷീനിലും സെയിം ആയിരിക്കും. അതായത് പവർ ഇൻ ലാപ്പ് വൈൻഡിങ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു പവർ ഇൻ വേവ് വൈൻഡിങ്. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഒരു ലാപ്പ് വൈൻഡിങ് മെഷീൻ തന്നിട്ടുണ്ട്. ആ ലാപ്പ് വൈൻഡിങ് മെഷീനെ തന്നെ നമ്മൾ വേവ് വൈൻഡിങ് മെഷീനായിട്ട് മാറ്റുകയാണെങ്കിൽ അതിൽ എത്രയായിരിക്കും ആർമേച്ചർ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ലാപ്പ് വൈൻഡിങ് ആണ് തന്നിട്ടുണ്ട്. ലാപ്പ് വൈൻഡിങ് നമുക്കറിയാം പാരലൽ പാത്ത് പോൾസിന് ഈക്വൽ ആയിരിക്കും, അതുപോലെ 6 നേവി. അതുപോലെ വേവ് വൈൻഡിങ്ങിൽ എപ്പോഴും പാരലൽ പാത്ത് 2 ആയിരിക്കും, റെസ്പെക്റ്റീവ് ഓഫ് നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും വേവ് വൈൻഡിങ്ങിൽ. അതുപോലെ ആർമേച്ചർ വൈൻഡിങ് ഓഫ് ലാപ്പ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.05. നമുക്ക് അത് വേവ് വൈൻഡിങ്ങിലാകുമ്പോൾ എന്തായിരിക്കും അതിന്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓർത്തിരിക്കേണ്ട ഇതിൽ പോയിന്റ് എന്ന് വെച്ചാൽ എപ്പോഴും പവർ ഇൻ ലാപ്പ് വൈൻഡിങ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു പവർ ഇൻ വേവ് വൈൻഡിങ്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഇത്, ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് പവറിന്റെ ഇക്വേഷൻ പവർ നമുക്കറിയാം I സ്ക്വയർ RL ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്തു IL സ്ക്വയർ, അതായത് ലാപ്പ് വൈൻഡിങ്ങിലെ കറന്റ് ഇൻറ്റു ലാപ്പ് വൈൻഡിങ്ങിലെ ആർമേച്ചർ റെസിസ്റ്റൻസ് ഈക്വൽ ടു വേവ് വൈൻഡിങ്ങിലെ കറന്റ് സ്ക്വയർ ഇൻറ്റു ആർമേച്ചർ വൈൻഡിങ്ങിലെ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം കറന്റ് എപ്പോഴും പാരലൽ പാത്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടുന്നതോറും അതിന്റെ കറന്റിന്റെ കപ്പാസിറ്റിയും കൂടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AL ലാപ്പ് വൈൻഡിങ്ങിലെ പാരലൽ പാത്ത് സ്ക്വയർ ഇൻറ്റു RAL ഈക്വൽ ടു വേവ് വൈൻഡിങ്ങിലെ പാരലൽ പാത്തിന്റെ സ്ക്വയർ ഇൻറ്റു RAW. ഇത് നമുക്ക് RAW ആണ് കാണേണ്ടത്. RAW is equal to AL divided by AW whole square into RAL. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. AL തന്നിട്ടുണ്ട്. AL ലാപ്പ് വൈൻഡിങ്ങിൽ 6 ആണ്. 6 ഡിവൈഡഡ് ബൈ വേവ് വൈൻഡിങ്ങിൽ 2 ആണ്. ഇതിന്റെ സ്ക്വയർ ഇൻറ്റു 0.05. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 ഇൻറ്റു 0.05 കിട്ടും, ഈക്വൽ ടു 0.45 ഓം ആണ് ആർമേച്ചർ വൈൻഡിങ്ങിലെ റെസിസ്റ്റൻസ്. ആർമേച്ചർ വൈൻഡിങ് റെസിസ്റ്റൻസ് 0.45 ഓം ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്. ലാപ്പ് വൈൻഡിങ്ങിലെ പവറും അതുപോലെ വേവ് വൈൻഡിങ്ങിലെ പവറും എപ്പോഴും ഈക്വൽ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. അതായത് ഒരു തന്നിരിക്കുന്ന ഒരു മെഷീനെ ഏതെങ്കിലും ലാപ്പ് അല്ലെങ്കിൽ വേവ് ആണെങ്കിൽ അതേ മെഷീനെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വൈൻഡിങ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന റിലേഷൻഷിപ്പ് ഒക്കെ വാലിഡ് ആണ്. ഓക്കെ, അതായത് സെയിം മെഷീൻ ഈസ് മൗണ്ട് ഫോർ ലാപ്പ് അല്ലെങ്കിൽ വേവ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 റിലേഷൻഷിപ്പ് സെയിം മീൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തത് കറണ്ട് ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് അതിന്റെ പാരലൽ പാത്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും IL ലാപ്പ് വൈൻഡിങ് ഡിവൈഡഡ് ബൈ IA വേവ് വൈൻഡിങ് ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ലാപ്പ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ വേവ് വൈൻഡിങ്. അതുപോലെ നമുക്കറിയാം ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന EMF ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും. EAL അതായത് ജനറേറ്റഡ് EMF ഇൻ ലാപ്പ് വൈൻഡിങ് ഡിവൈഡഡ് ബൈ generated EMF in wave winding will be equal to number of parallel path in wave winding divided by number of parallel path in lap winding. ഈ റിലേഷൻഷിപ്പ് ഓർത്തിരുന്നാൽ മതി. ഈ കാണുന്ന റിലേഷൻഷിപ്പ് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാം, ഈ ഇക്വേഷൻ ഉണ്ടാക്കാം. മൂന്നാമത്തെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ജനറേറ്റഡ് ഇൻ ലാപ്പ് വൈൻഡിങ് ആയാലും പവർ ജനറേറ്റഡ് വേവ് വൈൻഡിങ് ആയാലും അത് രണ്ടും സെയിം ആയിരിക്കും. നാലാമത്തത് നമ്മുടെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന വൈൻഡിങ് റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ ആണ്. അതിൽ നിന്ന് നമുക്ക് ഈ റിലേഷൻഷിപ്പ് കിട്ടും. അപ്പോൾ ഈ 4 പോയിന്റ്സ് ഓർത്തിരിക്കാം. ഇതെപ്പോഴൊക്കെയാണ് വാലിഡ് ആവുന്നത്? അതേ മെഷീൻ സെയിം മെഷീനും ലാപ്പ് അല്ലെങ്കിൽ വേവായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻസ് വാലിഡ് ആവുക. അടുത്ത 39ാമത്തെ ചോദ്യം. ഇൻ DC compound generator, flat compound characteristics required for certain applications may be obtained by connecting a variable resistance. 4 ഓപ്ഷൻ ഉണ്ട്. across the series field, in series field, in parallel with shunt field and in series with shunt field. അതായത് ഒരു DC compound generator ഉണ്ടെങ്കിൽ അതിന് ഒരു ഫ്ലാറ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടണം. അതിനായിട്ട് നമ്മളൊരു വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ആ വേരിയബിൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫ്ലാറ്റ് മീൻസ് ഓൾമോസ്റ്റ് അതിന്റെ ടെർമിനൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഫ്ലാറ്റ് കോമ്പൗണ്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുക വേരിയബിൾ റെസിസ്റ്റൻസ് അക്രോസ് ദി സീരീസ് ഫീൽഡാണ് എപ്പോഴും കണക്ട് ചെയ്യുക. അതായത് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. അതായത് എപ്പോഴും നമ്മൾ ഫ്ലാറ്റ് കോമ്പൗണ്ട് ഇത് കിട്ടാനായിട്ട് നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് അക്രോസ് ദി സീരീസ് ഫീൽഡ് ആയിരിക്കും. സീരീസ് ഫീൽഡിന് അക്രോസ് ആയിരിക്കും നമ്മൾ ഇത് കണക്ട് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. അടുത്ത 40ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. പാർട്ട് എയും പാർട്ട് ബിയും തന്നിട്ടുണ്ട്. അത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിൽ പാർട്ട് എയിലെ ജനറേറ്റേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേറ്റേഴ്സ് തന്നിട്ടുണ്ട്. പാർട്ട് ബിയിൽ അതിന്റെ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. DC ഷണ്ട് ജനറേറ്റർ ആണ് ആദ്യത്തെ. DC ഷണ്ട് ജനറേറ്റർ നമ്മൾ ബി പാർട്ടിൽ നോക്കണം. ഇലക്ട്രിക് ട്രാക്ഷന് യൂസ് ചെയ്യില്ല. ഹാസ് ഗുഡ് വോൾട്ടേജ് അല്ല. മസ്റ്റ് ഹാവ് റെസിഡ്യൂവൽ ഫ്ലക്സ്. യെസ്, DC ഷണ്ട് ജനറേറ്ററിന് എപ്പോഴും റെസിഡ്യൂവൽ ഫ്ലക്സ് ഉണ്ടാവണം. അപ്പോൾ പാർട്ട് എയിലെ ആദ്യത്തെ DC ഷണ്ട് ജനറേറ്റർ മാച്ച് ചെയ്യുന്നത് 3 ആയിട്ടാണ്. മസ്റ്റ് ഹാവ് റെസിഡ്യൂവൽ ഫ്ലക്സ്. അടുത്ത രണ്ടാമത്തത് DC സീരീസ് മോട്ടോർ റെഗുലേഷൻ.
DC സീരീസ് മോട്ടോർ റെഗുലേഷൻ. നമുക്കറിയാം DC സീരീസ് മോട്ടോർ ഹെവി ലോഡ്സ് ആണ് യൂസ് ചെയ്യുക, അതുപോലെ ട്രാക്ഷൻ പർപ്പസിനൊക്കെ അത് യൂസ് ചെയ്യും. അപ്പോൾ പാർട്ട് എയിൽ രണ്ടാമത്തെ ഇത് വരുന്നത് മാച്ച് ചെയ്യുന്നത് പാർട്ട് ബിയിലെ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് ഇലക്ട്രിക് ട്രാക്ഷൻ ആയിട്ടാണ് മാച്ച് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ തന്നിരിക്കുന്നത് ലെവൽ കോമ്പൗണ്ടഡ് DC ജനറേറ്റർ. നമുക്കറിയാം ലെവൽ കോമ്പൗണ്ടഡ് DC ജനറേറ്റർ എപ്പോഴും നല്ല വോൾട്ടേജ് പ്രൊഫൈൽ തരുന്ന ഒരു ജനറേറ്റർ ആണ്. അപ്പോൾ അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹാസ് ഗുഡ് വോൾട്ടേജ്. അടുത്തത് നാലാമത്തെ DC സീരീസ് ജനറേറ്റർ. DC സീരീസ് ജനറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൂസ്റ്റേഴ്സിലാണ്. അപ്പോൾ അത് നാലാമത്തെ പാർട്ട് ബി നാലാമത്തേതായിട്ട് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത 41ാമത്തെ ചോദ്യം, ഇൻ DC ജനറേറ്റർ ആർമേച്ചർ റിയാക്ഷൻ ഡാഷ് അറ്റ് പോൾ ടിപ്പ്. DC ജനറേറ്ററിൽ ആർമേച്ചർ റിയാക്ഷൻ കൊണ്ട് ഏത് പോൾ ടിപ്പിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറേറ്ററാണ് തന്നിരിക്കുന്നതെങ്കിൽ മെയിൻ ഫീൽഡിൽ നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ടാവും. ആ ഓരോ പോളിനും 2 പോൾ ടിപ്പ് ഉണ്ടാകും. ഒരു പോൾ ടിപ്പ് സൗത്ത് പോളിൽ 2 പോൾ ടിപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഈ റൗണ്ടും സൗത്ത് പോളിന്റെ പോൾ ടിപ്പാണ്. അതുപോലെ നോർത്ത് പോളിന്റെ പോൾ ടിപ്പ് 2 പോൾ ടിപ്പ് ഉണ്ടാവും. അപ്പോൾ ജനറേറ്ററിന്റെ കേസിൽ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന പോൾ ടിപ്പിന് നമ്മൾ ലീഡിംഗ് പോൾ ടിപ്പ് എന്ന് പറയും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന സൗത്ത് പോളിൽ കാണുന്ന ആദ്യത്തെ പോൾ എന്ന് പറയുന്നത് പോൾ ടിപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ലീഡിംഗ് പോൾ ടിപ്പ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വരുന്ന പോൾ ടിപ്പിനെ നമ്മൾ ട്രെയിലിംഗ് പോൾ ടിപ്പ് എന്ന് പറയും. അതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ആദ്യം നോർത്ത് പോളിൽ കാണുന്ന ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ നോർത്ത് പോളിൽ കാണുന്ന ആദ്യത്തെ പോൾ ടിപ്പിനെ നമ്മൾ ലീഡിംഗ് പോൾ ടിപ്പ് എന്ന് പറയും. രണ്ടാമത്തെ പോൾ ടിപ്പിനെ നമ്മൾ ട്രെയിലിംഗ് പോൾ ടിപ്പ് എന്ന് പറയും. ഇനി ജനറേറ്ററിന്റെ കേസിൽ ലീഡിംഗ് പോൾ ടിപ്പിൽ എപ്പോഴും ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ലീഡിംഗ് പോൾ ടിപ്പിൽ ഫ്ലക്സ് എപ്പോഴും വീക്കൻ ചെയ്യും. അതുപോലെ ട്രെയിലിംഗ് പോൾ ടിപ്പിലെ ഫ്ലക്സ് എപ്പോഴും സ്ട്രെങ്തനിങ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലീഡിംഗ് പോൾ ടിപ്പിൽ എന്താണ് ഫ്ലക്സ്? ജനറേറ്ററിന്റെ കേസിൽ കേട്ടോ. ജനറേറ്ററിന്റെ കേസിൽ ലീഡിംഗ് പോൾ ടിപ്പിൽ ഫ്ലക്സ് വീക്കൻ ചെയ്യും, ട്രെയിലിംഗ് പോൾ ടിപ്പിൽ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. അത് എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, ജനറേറ്ററിന്റെ കേസിൽ ലീഡിംഗ് പോൾ ടിപ്പിൽ ഫ്ലക്സ് വീക്കൻ ചെയ്യും, ട്രെയിലിംഗ് പോൾ ടിപ്പിൽ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീക്കൻസ് അറ്റ് ലീഡിംഗ് പോൾ ടിപ്പാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ഇൻ DC ജനറേറ്റർ ആർമേച്ചർ റിയാക്ഷൻ വീക്കൻസ് ദി ഫ്ലക്സ് അറ്റ് ലീഡിംഗ് പോൾ ടിപ്പിൽ ഫ്ലക്സ് വീക്കൻ ചെയ്യും. അടുത്ത 42ാമത്തെ ചോദ്യം, ഇൻ DC ജനറേറ്റർ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് ഇസ് ടു. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിച്ചു കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ആർമേച്ചർ വൈൻഡിങ്ങിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അതുപോലെ മെയിൻ പോൾസിലാണ് ഇത് വെക്കുക. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് മെയിൻ പോളിലാണ് വെക്കുക. അതുപോലെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുക ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാനാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആർമേച്ചർ റിയാക്ഷൻസിനെ കുറിച്ച് തന്നിട്ടില്ല, നേരിട്ട് ആർമേച്ചർ റിയാക്ഷൻ തന്നിട്ടില്ല. പക്ഷേ അതിന്റെ വെറൈറ്റീസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അസിസ്റ്റിംഗ് കമ്മ്യൂട്ടേഷനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അല്ല, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്തത് ആർമേച്ചർ റിയാക്ഷൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ഡീമാഗ്നറ്റൈസിംഗ് എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷന്റെ ഡീമാഗ്നറ്റൈസിംഗ് എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ഡിസ്റ്റോർട്ടിംഗ് എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. 4 എലിമിനേറ്റ് റിയാക്ടൻസ് വോൾട്ടേജ്. അപ്പോൾ ഈ ഓപ്ഷനിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അതായത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് മെയിൻ ആയിട്ട് ഡിസ്റ്റോർട്ടിംഗ് എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക അതായത് ഡിസ്റ്റോർട്ട് ചെയ്യുന്ന എഫക്ട്, ആർമേച്ചർ റിയാക്ഷൻ കൊണ്ട് ഡിസ്റ്റോർട്ട് ചെയ്യുന്ന എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുക. അടുത്തത് 43ാമത്തെ ചോദ്യം, ദ വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് എ DC ജനറേറ്റർ ഇസ് 0. ദിസ് ഇംപ്ലൈസ് ജനറേറ്റർ ഇസ്. നമുക്കറിയാം വോൾട്ടേജ് റെഗുലേഷൻ 0 ആവുന്നത് ഫ്ലാറ്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ലെവൽ കോമ്പൗണ്ട് DC ജനറേറ്റർ ആണ് വോൾട്ടേജ് റെഗുലേഷൻ 0 ആവുക. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ആദ്യത്തെ ഓപ്ഷനാണ് ഫ്ലാറ്റ് കോമ്പൗണ്ടഡ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ദ വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് DC ജനറേറ്റർ ഇസ് 0 ആണെങ്കിൽ ജനറേറ്റർ ഇസ് ഫ്ലാറ്റ് കോമ്പൗണ്ടഡ് ആണ്. 44ാമത്തെ ചോദ്യം, a cumulatively compound DC generator is supplying 20 amps at 200 volt. Now, if the series field winding is short circuited, the terminal voltage will option A remain unaltered at 200 volt, rise to 220 volt, option C shoot up to high value, option D become less than 200 volt. ഒരു cumulatively compounded DC generator തന്നിട്ടുണ്ട്. അതിന്റെ ടെർമിനൽ വോൾട്ടേജ് 200ഉം അതുപോലെ ലോഡ് കറന്റ് 20 ആംസും തന്നിട്ടുണ്ട്. 200 ആംസും ടെർമിനൽ വോൾട്ടേജ് 200ഉം. ഇതിലെ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ലോങ് ആണോ ഷോർട്ട് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ലോങ് ഷണ്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷേ ഇത് കുമുലേറ്റീവ്ലി ആണ് പറഞ്ഞിട്ടുണ്ട്. കുമുലേറ്റീവ്ലി മീൻസ് 2 സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന്റെയും അതുപോലെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെയും ഫ്ലക്സ് എയ്ഡ് ആണ്. ഇപ്പോൾ അത് എയ്ഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇതാണ് ഇതിന്റെ സീരീസ് ഫീൽഡ് വൈൻഡിങ്. സപ്പോസ് ഇതാണ് ജെൻഡിന്റെ ഡോട്ടഡ് എൻഡ് കാണിച്ചിട്ടുണ്ട്. ജെൻഡ് ഡോട്ടഡ് എൻഡിലും കറന്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കുമുലേറ്റീവ്ലി കോമ്പൗണ്ട് എന്ന് പറയും. ഒരു ഡോട്ടിൽ എൻ്റർ ചെയ്യും, ഒരു ഡോട്ടിൽ കറന്റ് ലീവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് പറയും. ഇപ്പോൾ നമുക്ക് ഇത് ഒരു ലോങ് ഷണ്ടിന്റെ ഒരു ഫിഗർ ആണ്. ഇത് നമുക്കറിയാം ആർമേച്ചർ കറന്റ് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൽ എൻ്റർ ചെയ്യുന്ന ഡോട്ടഡിലാണ്.
അതുപോലെ ഷണ്ട് ഫീൽഡ് കറണ്ടും എൻ്റർ ചെയ്യുന്നത് ഡോട്ടഡിലാണ്. അപ്പോൾ ഇതൊരു കുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് ആണ്. ഡിഫറൻഷ്യൽ ആണെങ്കിൽ ഈ ഡോട്ടഡ് ഒന്നെങ്കിൽ ഈ ഡോട്ടഡ് ഇവിടെ വരും, ഇതാണെങ്കിൽ കുമുലേറ്റീവിലാവും. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇത് ഇവിടെ ഡോട്ട് വരികയാണെങ്കിൽ ഇത് ഡിഫറൻഷ്യൽ ആവും. കാരണം കറണ്ട് ഇവിടെ ഈ ഡോട്ടഡിൽ എൻ്റർ ചെയ്യാണ്, ഇവിടെ ഈ ഡോട്ടഡിൽ ലീവ് ചെയ്യാണ്. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്നത് കുമുലേറ്റീവ്ലി ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ RSC ഈ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് എന്താവും? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ അതോ അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കറിയാം റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് φSC പ്ലസ് φSH ആണ്. φSC പ്ലസ് φSH ആണ് റിസൾട്ടന്റ് ഫ്ലക്സ്. അതുപോലെ നമുക്കറിയാം നമ്മുടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആണ്. കാരണം നമുക്കറിയാം 5Z/60 P/A ആണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം ജനറേറ്റഡ് EMF എപ്പോഴും ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ ഇതിൽ നമ്മുടെ ഇക്വേഷൻ EMF ഇക്വേഷൻ ആണെങ്കിൽ EG = VT പ്ലസ് IA RA പ്ലസ് RSC ആണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. RSC പോകുകയാണെങ്കിൽ RSC 0 കഴിഞ്ഞാൽ നമുക്ക് VT പ്ലസ് IA RA എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിൽ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ φR വെറും φSH മാത്രമായിരിക്കും. കാരണം φSC 0 മാറും. അതായത് ഷണ്ട് ഫീൽഡ്. അപ്പോൾ അതായത് റിസൾട്ടന്റ് ഫ്ലക്സ് കുറയും. റിസൾട്ടന്റ് ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? EMF കുറയും. റിസൾട്ടന്റ് ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ EMF കുറയും. ജനറേറ്റഡ് EMF കുറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ടെർമിനൽ വോൾട്ടേജ് കുറയും. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഡി ആയിരിക്കും. ബിക്കംസ് ലെസ് ദാൻ 200 വോൾട്ട് ആയിരിക്കും ഇതിന്റെ ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത 45ാമത്തെ ചോദ്യം. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഓഫ് എ കോമ്പൗണ്ട് ജനറേറ്റർ ഇസ് 250 വോൾട്ട്. അറ്റ് ഫുൾ ലോഡ് ടെർമിനൽ വോൾട്ടേജ് വിൽ ബി. അതായത് ഒരു കോമ്പൗണ്ട് ജനറേറ്ററിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 250 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ലോഡിൽ ടെർമിനൽ വോൾട്ടേജ് എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിൽ ബി ലെസ് ദാൻ 250 വോൾട്ട്. ഓപ്ഷൻ ബി വിൽ ഓൾവേസ് ബി 250 വോൾട്ട്. ഓപ്ഷൻ സി മേ ബി ഗ്രേറ്റർ ഓർ ലെസ് ദാൻ 250 വോൾട്ട്. ഓപ്ഷൻ ഡി നൺ. ഇതൊരു കോമ്പൗണ്ട് ജനറേറ്റർ ആയതുകൊണ്ട് നമുക്കറിയാം കോമ്പൗണ്ട് ജനറേറ്ററിൽ 3 ടൈപ്പുള്ള ഇതുകളുണ്ട്. ഒന്ന് ഫ്ലാറ്റ് കോമ്പൗണ്ടഡ് ആണ്. ഫ്ലാറ്റ് കോമ്പൗണ്ടഡ് ഉണ്ട്, അതുപോലെ ഓവർ കോമ്പൗണ്ടഡ് ഉണ്ട്, അതുപോലെ അണ്ടർ കോമ്പൗണ്ടഡ് ഉണ്ട്. ഓക്കെ, ഫ്ലാറ്റിലെ ടെർമിനൽ വോൾട്ടേജ് ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും ഫ്ലാറ്റ് കോമ്പൗണ്ടഡിൽ. ഓവർ കോമ്പൗണ്ടഡിൽ ടെർമിനൽ വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ ജനറേറ്റഡ് EMF ആയിരിക്കും. അണ്ടർ കോമ്പൗണ്ടഡിൽ ടെർമിനൽ വോൾട്ടേജ് ലെസ് ദാൻ EG ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു കോമ്പൗണ്ട് ജനറേറ്റർ ആണ് തന്നിരിക്കുന്നത്. 250 വോൾട്ട്. ലോങ് ഷണ്ടോ ഷോർട്ട് ഷണ്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് കോമ്പൗണ്ടോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇതിന്റെ ടെർമിനൽ വോൾട്ടേജ് മേ ബി ഗ്രേറ്റർ ആകാം, അല്ലെങ്കിൽ ലെസ് ദാൻ 250 വോൾട്ട് ആകാം. അതായത് മോർ ദാൻ 250 എപ്പോഴാവാം? മോർ ദാൻ 250 ആവാം ഓവർ കോമ്പൗണ്ടഡ് കേസിലും, ലെസ് ദാൻ 250 ആവാം അണ്ടർ കോമ്പൗണ്ടഡ് കേസിലും. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 250 വോൾട്ടിനേക്കാൾ കൂടുതലാവാം, കുറവുമാവാം. അടുത്ത 46ാമത്തെ ചോദ്യം. ഇൻ DC ജനറേറ്റർ ദി പൊളാരിറ്റി ഓഫ് ഇന്റർപോൾസ്. DC ജനറേറ്ററിൽ ഇന്റർപോൾസിന്റെ പൊളാരിറ്റി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാം? 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് മെയിൻ പോൾ എഹെഡ്. ഓപ്ഷൻ ബി ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് പോൾസ്. ഓപ്ഷൻ സി ഇസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് മെയിൻ പോൾ എഹെഡ്. ഓപ്ഷൻ ഡി ഇസ് ന്യൂട്രൽ ആസ് ദീസ് പോൾസ് ആർ നോട്ട് പ്ലേ എ പാർട്ട് ഇൻ ജനറേറ്റിംഗ് EMF. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താ നമുക്ക് നോക്കാം. അപ്പോൾ കൺസിഡർ ചെയ്യുക, ഇതൊരു ജനറേറ്റർ ആണ്, ഒരു 4 പോൾ ജനറേറ്റർ ആണ്. 4 പോൾസ് ഉണ്ട്, നോർത്ത് സൗത്ത്. ഇതാണ് 4 പോൾസ്, മെയിൻ പോൾസ്. ഇതിന്റെ ഇടയിൽ ഓരോ പോൾ പേസിന്റെ ഇടയിൽ ഒരു പോൾ കാണിച്ചിട്ടുണ്ട്, നീല കളർ കൊണ്ട് പോൾസ് കാണിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റർപോൾസ് എന്ന് പറയുന്നത്. ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത് ആർമേച്ചർ റിയാക്ഷന്റെ എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ജനറേറ്റർ ആണ്. ജനറേറ്റർ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്റർപോൾസിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ, ഇപ്പോൾ ഇതെങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിന്റെ മുൻപിലുള്ള പോൾ ഏതാണോ ആ പോളിന്റെ പൊളാരിറ്റി ആയിരിക്കും ആ ഇന്റർപോളിന്റെ പൊളാരിറ്റി. ഫോർ എക്സാമ്പിൾ ഇത് ഇന്റർപോൾ ആണെന്ന് വിചാരിക്കാം. ഈ ഇന്റർപോളിന്റെ ഹെഡ് ഓഫ് ദ പോൾ, ഇതിന് മുമ്പിലുള്ള ഈ ഡയറക്ഷൻ റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോളിന് ഹെഡ് എന്താണോ അതേ പൊളാരിറ്റി ആയിരിക്കും ഈ ഇന്റർപോളിന്റെ. അപ്പോൾ ഇതിൽ സൗത്ത് പോൾ ആണ് ഇതിന്റെ ഹെഡ് വരുന്നത്. അപ്പോൾ ഇതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് സൗത്ത് ആയിരിക്കും. അതുപോലെ ഈ ഇന്റർപോളിന്റെ ഹെഡ് വരുന്നത് നോർത്ത് പോൾ ആണ്. അപ്പോൾ ഇതിന്റെ പൊളാരിറ്റി നോർത്ത് പോൾ ആയിരിക്കും. അതുപോലെ ഈ ഇന്റർപോളിന്റെ ഹെഡ് വരുന്നത് സൗത്ത് ആണ്. അപ്പോൾ ഇത് സൗത്ത് ആയിരിക്കും. ഇതിന്റെ ഹെഡ് നോർത്ത് ആണ്. അപ്പോൾ നോർത്ത് പോൾ ആയിരിക്കും. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ. അതേസമയം ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഇന്റർപോളിന്റെ ഹെഡ് എന്ന് പറയുന്നത് സൗത്ത് ആണ്. അപ്പോൾ ഇത് സൗത്ത് പോൾ ആയിരിക്കും. ഇത് നോർത്ത് പോൾ ആയിരിക്കും. ഇതിന്റെ ഹെഡ് സൗത്ത് ആണ്. അപ്പോൾ ഇത് എസ്, ഇതിന്റെ ഹെഡ് നോർത്ത്, ഇത് നോർത്ത്. ഇങ്ങനെയാണ് ഇന്റർപോളിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കുക. ജനറേറ്ററിന്റെ കേസിൽ ഹെഡ് ഓഫ് ദി ഇതാണ് കണ്ടുപിടിക്കുക. അപ്പോൾ 46ാമത്തെ ചോദ്യം. ഇൻ DC ജനറേറ്റർ പൊളാരിറ്റി ഓഫ് ഇന്റർപോൾസ് എന്നായിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അതായത് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് മെയിൻ പോൾ എഹെഡ്. മെയിൻ പോളിന്റെ ഹെഡ് ഉള്ള പോളിന്റെ പൊളാരിറ്റി ആയിരിക്കും ഇന്റർപോൾസിന്റെ പൊളാരിറ്റി. അടുത്ത 47ാമത്തെ ചോദ്യം. ഇൻ DC ജനറേറ്റർ ദി MNA coincides with GNA when? ഓപ്ഷൻ എ there is no load on generator. ഓപ്ഷൻ ബി generator runs on full load. ഓപ്ഷൻ സി generator runs on overload. ഓപ്ഷൻ ഡി generator runs on the design speed. അതായത് DC ജനറേറ്ററിൽ MNA എപ്പോഴാണ് GNA ആക്സിസ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യുക?
അപ്പോൾ ഇതിൽ എന്താണ് MNA ആക്സിസ് നമുക്ക് ആദ്യം പഠിക്കാം. രണ്ട് ടൈപ്പ് ഓഫ് ആക്സിസ് ഉണ്ട് DC ജനറേറ്ററിൽ. ഒന്ന് ജോമെട്രിക് ന്യൂട്രൽ ആക്സിസ്, അതുപോലെ MNA എന്ന് പറയുന്നത് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. GNA എപ്പോഴും ജോമെട്രിക് ന്യൂട്രൽ ആക്സിസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു മെയിൻ ഫീൽഡ് ഫ്ലക്സ്. GNA എപ്പോഴും മെയിൻ ഫീൽഡ് ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ MNA എന്ന് പറയുന്നത് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എപ്പോഴും റിസൾട്ടന്റ് ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എന്താണ് റിസൾട്ടന്റ് ഫ്ലക്സ്? റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫീൽഡ് ഫ്ലക്സിന്റെയും അതുപോലെ തന്നെ ആർമേച്ചർ കണ്ടക്ടേഴ്സിന്റെ കൂടി പോകുന്ന കറണ്ട് ഉണ്ടാകുന്ന ഫ്ലക്സിന്റെയും രണ്ടിന്റെയും വെക്ടർ സമ്മാണ് റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിസൾട്ടന്റ് ഫ്ലക്സ് എപ്പോഴും φm + φ ആയിരിക്കും. അപ്പോൾ ഇതൊരു ജനറേറ്റർ ആണ്. ഇതിന്റെ മെയിൻ ഫീൽഡ് ഫ്ലക്സ് നോർത്ത് സൗത്ത് ആണ്, അതാണ് φm കാണിച്ചിരിക്കുന്നത്. അപ്പോൾ GNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ടു φm ആണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി വരച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ജോമെട്രിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് ഓക്കെ, ജോമെട്രിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് GNA ആണ്. ഇനി ഇതിൽ ഇപ്പോൾ എപ്പോഴാണ് MNA കോയിൻസൈഡ്സ് വിത്ത് GNA എന്ന് ചോദിക്കുന്നത്? MNA എപ്പോഴാണ് GNA ആയിട്ട് കോയിൻസൈഡ് ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നത്. MNA എന്താണ്? പെർപെൻഡിക്കുലർ ടു റിസൾട്ടന്റ് ഫ്ലക്സ് ആണ്. ഇപ്പോൾ ഇത് രണ്ട് കണ്ടക്ടേഴ്സ് ആണ്. രണ്ട് കണ്ടക്ടേഴ്സിൽ ഇപ്പോൾ കറണ്ട് പോകുന്നില്ല. കറണ്ട് പോകുന്നില്ലെങ്കിൽ ആ കണ്ടക്ടേഴ്സിൽ കൂടി കറണ്ട് പോകാത്തതുകൊണ്ട് റിസൾട്ടന്റ് ഫ്ലക്സ് φ എന്ന് പറഞ്ഞ ഫ്ലക്സ് വരുന്നില്ല. അപ്പോൾ φ 0 ആണ്. φ 0 ആയി കഴിഞ്ഞാൽ റിസൾട്ടന്റ് ഫ്ലക്സ് φm ന് ഈക്വൽ ആയി. ഓക്കെ, അപ്പോൾ MNA എന്താണ്? MNA is perpendicular to φr. പെർപെൻഡിക്കുലർ ടു φr എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ടു φm ന് തുല്യമാണ്. അപ്പോൾ അൺലോഡഡ് കേസിലാണ് MNA GNA ആയിട്ട് കോയിൻസൈഡ് ചെയ്യുക. അൺലോഡഡ് കണ്ടീഷനിലാണ് MNA GNA ആയിട്ട് കോയിൻസൈഡ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ 47ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. MNA കോയിൻസൈഡ്സ് വെൻ there is no load in the generator. ജനറേറ്ററിൽ ലോഡ് ഇല്ലെങ്കിലാണ് MNA കോയിൻസൈഡ് ചെയ്യുക. ഇനി ലോഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ലോഡ് ചെയ്യുമ്പോൾ സപ്പോസ് ഇതൊരു ക്രോസ് ആണ്, അതുപോലെ ഇതൊരു ഡോട്ട് ആണെന്ന് വിചാരിക്കുക. ക്രോസും ഡോട്ട് ആണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ക്രോസ് ആണെങ്കിൽ നമുക്കറിയാം, അപ്പോൾ ഇവിടെ വയ്ക്കാം, കണ്ടക്ടർ ഇവിടെ വയ്ക്കുകയാണ്. ഇത് ക്രോസും ഇത് ഡോട്ട് ആണെങ്കിൽ എന്തായിരിക്കും? ഇതിന്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ് ആണ് കറണ്ട്. അപ്പോൾ ഇതിന്റെ ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ആണ്. അപ്പോൾ ഇതിന്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതായത് ആർമേച്ചർ കൂടി പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ്, φ ആണ്. ഓക്കെ, ഇതാണ് φ. ഓക്കെ, ഇനി റിസൾട്ടന്റ് ഫ്ലക്സ് എന്താണ്? റിസൾട്ടന്റ് ഫ്ലക്സ് രണ്ടിന്റെയും വെക്ടോറിയൽ സമാണ് റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ റിസൾട്ടന്റ് ഫ്ലക്സ്. ഇനി MNA എന്താണ്? MNA പെർപെൻഡിക്കുലർ ടു φr ആണ്. MNA പെർപെൻഡിക്കുലർ ടു φr എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പെർപെൻഡിക്കുലർ MNA. ഓക്കെ, ഇത് നമ്മൾ ജനറേറ്ററിന്റെ ഇതിൽ ആക്സിസിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ആക്സിസിനെയാണ് നമ്മൾ MNA എന്ന് പറയുന്നത്. അതായത് ആർമേച്ചറിലെ കണ്ടക്ടർ കൂടി കറണ്ട് പോകുമ്പോൾ ഈ MNA ആക്സിസ് ഷിഫ്റ്റ് ചെയ്യും. എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജനറേറ്റർ. ജനറേറ്ററിന്റെ കേസിൽ ജനറേറ്റർ ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും MNA റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. ജോമെട്രിക് ന്യൂട്രൽ ആക്സിസ് എപ്പോഴും പെർപെൻഡിക്കുലർ ടു φm ആണ്. അതുപോലെ തന്നെ MNA ആക്സിസ് എപ്പോഴും പെർപെൻഡിക്കുലർ ടു റിസൾട്ടന്റ് ഫ്ലക്സ് ആണ്. ഇനി MNA ഓർത്തിരിക്കുന്ന രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് MNA ആക്സിസിലാണ്. MNA ആക്സിസിലാണ് ബ്രഷ് എപ്പോഴും കീപ്പ് ചെയ്യുക. അതുപോലെ വോൾട്ടേജ്, ജനറേറ്റർ വോൾട്ടേജ് അക്രോസ് MNA ആക്സിസ് 0. അതായത് MNA ആക്സിസിൽ ഏത് കണ്ടക്ടറാണ് വരുന്നത്, ഏതൊക്കെ കണ്ടക്ടേഴ്സ് ആണ് MNA ആക്സിസിന്റെ അടിയിൽ വരുന്നത്, ആ കണ്ടക്ടറിൽ എപ്പോഴും വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 0 ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക. MNA ആക്സിസ് ആയിരിക്കും ബ്രഷ് കീപ്പ് ചെയ്യുക. അതുപോലെ കണ്ടക്ടേഴ്സ് എല്ലാം MNA ആക്സിസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്ത 48ാമത്തെ ചോദ്യം, ഇന്റർപോൾ ഫ്ലക്സ് ഷുഡ് ബി സഫിഷ്യന്റ് ടു. അതായത് ഇന്റർപോൾ വൈൻഡിങ് ഉണ്ടല്ലോ, ആ ഇന്റർപോളിന്റെ ഫ്ലക്സ് എന്തിനാണ് സഫിഷ്യന്റ് ആയിരിക്കണം? ഓപ്ഷൻ എ ന്യൂട്രലൈസ് കമ്മ്യൂട്ടേറ്റിംഗ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓപ്ഷൻ ബി ന്യൂട്രലൈസ് ആർമേച്ചർ റിയാക്ഷൻ ഫ്ലക്സ്. ഓപ്ഷൻ സി ന്യൂട്രലൈസ് ബോത്ത് ആർമേച്ചർ റിയാക്ഷൻ ഫ്ലക്സ് ആൻഡ് കമ്മ്യൂട്ടേറ്റിംഗ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ കോയിൽ. ആൻഡ് ഓപ്ഷൻ ഡി പെർഫോം നൺ ഓഫ് ദി അബവ്. അതായത് ഇന്റർപോൾ ഫ്ലക്സ് ഇതിനൊക്കെയാണ് സഫിഷ്യന്റ്. ഇന്റർപോൾ ഫ്ലക്സ് രണ്ട് കാര്യത്തിന് ഉപയോഗിക്കണം. ഒന്ന് ആർമേച്ചർ റിയാക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ കോയിലിൽ ഉണ്ടാകുന്ന കമ്മ്യൂട്ടേറ്റിംഗ് EMF-നെ കോമ്പൻസേറ്റ് ചെയ്യാനും ഇന്റർപോൾ ഫ്ലക്സ് സഫിഷ്യന്റ് ആയിരിക്കണം. അപ്പോൾ 48ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് ഷുഡ് ബി സഫിഷ്യന്റ് ടു ന്യൂട്രലൈസ് ബോത്ത് ആർമേച്ചർ റിയാക്ഷൻ ഫ്ലക്സ് ആസ് വെൽ ആസ് കമ്മ്യൂട്ടേറ്റിംഗ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദി കോയിൽ. അടുത്ത 49ാമത്തെ ചോദ്യം, എ cumulatively compounded long shunt generator when operating as a motor would be. Cumulatively compounded long shunt, differentially compounded long shunt, cumulatively compounded short shunt and differentially compounded short shunt. അതായത് ഒരു cumulatively compounded long shunt generator ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഡയഗ്രാം വരയ്ക്കാം. cumulatively compounded long shunt ആണ് പറഞ്ഞത്. long shunt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് ഫീൽഡിന്റെയും അതുപോലെ ആർമേച്ചറിന്റെ ക്രോസിന്റെയും നമ്മൾ കണക്ട് ചെയ്യും. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് സീരീസിന്റെയും അതുപോലെ തന്നെ ആർമേച്ചറിന്റെയും അക്രോസ് ആണ് നമ്മൾ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യാം. ഇനി ഇത് ലോങ് ഷണ്ട് ആയി. ഇനി ഇത് കുമുലേറ്റീവ് ആണോ ഡിഫറൻഷ്യൽ ആണോ? കുമുലേറ്റീവ്ലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞത്. കുമുലേറ്റീവ്ലി മീൻസ് കറന്റ് ഷുഡ് എൻ്റർ ബോത്ത് ദി എൻഡ്സ് ഡോട്ടഡ് എൻഡിലായിരിക്കണം കറന്റ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ I എൻ്റർ ചെയ്യുന്ന ഡോട്ടഡിലാണ്, അതുപോലെ ISH എൻ്റർ ചെയ്യുന്നത് ഡോട്ടഡിലാണ്. ഇത് നമ്മുടെ ലോഡിലേക്ക് പോകുന്നു. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ സാധനം വെൻ ഓപ്പറേറ്റിംഗ് ആസ് എ മോട്ടർ, ഇതൊരു മോട്ടറായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ടാണ് ഇത് റിപ്ലേസ് ചെയ്യുക? ഓക്കെ,
ഇനി ഇതാണ് ജനറേറ്ററിന്റെ കേസിൽ ഇങ്ങനെയാണെങ്കിൽ മോട്ടറിൽ എന്താണ് സംഭവിക്കുന്നത്? മോട്ടറിൽ നമ്മൾ സപ്ലൈ കൊടുക്കാൻ ചെയ്യുന്നത്, സപ്ലൈ കൊടുക്കുമ്പോൾ IL ഇങ്ങനെയാണ് വരാം. IL ഇങ്ങനെയാകുമ്പോൾ ആർമേച്ചർ കറണ്ട് ഇതിലോട്ട് എൻട്രി ആണ് ചെയ്യാം. ഓക്കെ, ഇത് മോട്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബാക്ക് EMF ആവും. അപ്പോൾ നമുക്കറിയാം ഇത് എൻട്രി ചെയ്യുമ്പോൾ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ ഡോട്ടഡിലും അതുപോലെ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൽ അൺഡോട്ടഡിലാണ് കറണ്ട് എൻട്രി ചെയ്യുന്നത്. അതായത് ഇതൊരു ഡിഫറൻഷ്യൽ കോമ്പൗണ്ടഡ് മോട്ടറായി മാറി. കാരണം സീരീസ് ഫീൽഡിൽ അൺഡോട്ടഡിലും ഷണ്ട് ഫീൽഡിൽ ഡോട്ടഡിലാണ് എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഡിഫറൻഷ്യൽ ആയി. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ലോങ് ഷണ്ട് മോട്ടറായി. അതായത് ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ലോങ് ഷണ്ട് മോട്ടർ ആണ്. ഒരു കുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് ലോങ് ഷണ്ട് മോട്ടർ ജനറേറ്റർ ഒരു മോട്ടറായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ലോങ് ഷണ്ട് മോട്ടറായിട്ട് മാറും. 50ാമത്തെ ചോദ്യം, ഈക്വലൈസർ റിംഗ്സ് ആർ റിക്വയർഡ് ഇൻ കേസ് ആർമേച്ചർ ഇസ്. ഈക്വലൈസർ റിംഗ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ആർമേച്ചറിലാണ് ഈക്വലൈസർ റിംഗ് യൂസ് ചെയ്യുക? ഓപ്ഷൻ എ വേവ് വൗണ്ട്, ഓപ്ഷൻ ബി ലാപ്പ് വൗണ്ട്, ഓപ്ഷൻ സി ഡെൽറ്റ വൗണ്ട്, ഓപ്ഷൻ ഡി ഡുപ്ലെക്സ് വൗണ്ട്. ഇതിന്റെ ആൻസർ ലാപ്പ് വൗണ്ട് ആണ്. ഈക്വലൈസർ റിംഗ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ലാപ്പ് വൗണ്ട് ജനറേറ്റേഴ്സിനാണ് യൂസ് ചെയ്യുക. 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇതോടെ നമ്മൾ 50 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ് DC ജനറേറ്ററിന്റെ. അടുത്ത ക്ലാസ്സിൽ DC ജനറേറ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് എന്നുള്ള ക്ലാസ്സാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.